ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്മനീർപ്പൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ കാൽ കീഴിൽ ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛമ്മ കാലിങ്ങനെ പതിയെ പതിയെ തടയി കൊടുക്കുകയാണ്. എന്താ അച്ഛമ്മയെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം. മോളെ നിൻ്റെ ഈ കാല് കണ്ടിട്ട് അച്ഛമ്മയ്ക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അതെ, അച്ഛമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ കാലം എത്രയും പെട്ടെന്ന് ശരിയാവണമെന്ന്. അപ്പോൾ അച്ഛമ്മയുടെ ആ സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെയും കണ്ണുകളൊക്കെ നിറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നീലിമയാണ്. അപ്പോൾ നീലിമയാണെങ്കിൽ കുറേ കൊട്ടേഷൻ ടീമുകളെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അതേ സുധി എന്ന് പറഞ്ഞ ആളെയാണ് നിങ്ങൾ തട്ടിക്കൊണ്ട് വരേണ്ടത്. ഞാൻ പറയുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ പൈസ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ സുധി എനിക്ക് 50 ലക്ഷം രൂപ തരാനുണ്ട്, അതുകൊണ്ട് തന്നെ അവനെ നിങ്ങൾ പൊക്കിക്കൊണ്ട് വരണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മാഡം അവൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവനൊരു വലിയൊരു ഷോറൂം ഉണ്ട്, ഒരു ഫർണിച്ചറൊക്കെ നടത്തുന്നൊരു ഷോറൂം. അപ്പം ആ ഷോറൂമിൽ കാണും, അല്ലെങ്കിൽ ചന്ദ്രോദയം എന്ന് പറഞ്ഞ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. ഒന്നെങ്കിൽ അവിടെ കാണും, ഇവിടെ രണ്ടിടത്തല്ലാതെ അവൻ പോകാനായിട്ട് പോകുന്നില്ല. അവനെ നിങ്ങൾ തട്ടിക്കൊണ്ട് വരണം. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ആ കട എനിക്ക് തരണോ അവൻ, അല്ലെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. അവൻ്റെ ഭാര്യ വലിയ കോടീശ്വരിയല്ലേ, അവളെങ്കിലും തരട്ടെ എനിക്ക് പൈസ. എൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത എല്ലാ പൈസയും ഞാൻ അവനെ കൊണ്ട് തന്നെ തരിയിപ്പിക്കും എന്നൊക്കെ ഈ നീലിമ ഈ കൊട്ടേഷൻ ടീമിനോട് പറയാണ്. മേഡം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ ജോലി ഭംഗിയായിട്ട് തന്നെ തീർക്കും. അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേഡത്തിന് പൈസ കിട്ടും. മേഡം ഞങ്ങൾക്ക് പൈസ വാഗ്ദാനം ചെയ്തിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെതായ ജോലി ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നീലിമയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഇവരവിടെ നിന്ന് പോവുകയാണ്. നീലിമയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുകയാണ്. സുധി, ഈ ഞാൻ ആരാണെന്ന് നീ ശരിക്കും അറിയാനായിട്ട് പോകുന്നേ ഉള്ളൂ സുധി. നീ കണ്ടോ, നിന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു സുധി എന്ന് നീലിമ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ഛമ്മയെ തന്നെയാണ്. അപ്പോൾ അച്ഛമ്മ നേരെ ചന്ദ്രയെ വിളിക്കുകയാണ്. നീ എന്താ വിചാരിച്ചത്, നീ ഇവിടെ ഇല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല എന്നോ? ചന്ദ്രേ, അതെല്ലാം നിന്റെ വെറും അതേ വിചാരം മാത്രമാണ്. പക്ഷേ ഇവിടെ നീ ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അയ്യോ അമ്മേ, ഞാൻ അതുകൊണ്ടൊന്നും അല്ല അമ്മേ. നീ എന്തുകൊണ്ടെന്നല്ലെന്ന് ഈ രേവതി കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചന്ദ്രേ. എന്നിട്ട് രേവതിയുടെ കാലം നൊടിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഇവിടെ നിന്ന് എസ്കേപ്പായി അല്ലേ? നിന്റെ അടവാണതെന്ന് എനിക്ക് മനസ്സിലായടി. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇല്ലമ്മേ, അങ്ങനെയൊന്നുമല്ല. കാരണം ഇപ്പോഴത്തെ കണ്ടില്ല, കുടുംബത്തിൽ ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് വന്നത്. പിന്നെ രേവതിയുടെയും കാലൊടിഞ്ഞില്ലേ, അവൾക്കും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അമ്മേ ഞാൻ വന്നത്. അമ്മേനൊന്ന് മനസ്സിലാക്ക്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. പ്രാർത്ഥിക്കുകയാണെങ്കിലേ തിരിച്ചു വരുമ്പോൾ നിന്റെ മനസ്സും കൂടി ഒന്ന് നന്നാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വാ ചന്ദ്രേ. അല്ലാതെ മനസ്സിലെ ദുഷിപ്പും വെച്ച് വരാനായിട്ട് പാടില്ല. നീയൊരു നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടി പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അല്ലെങ്കിലേ നീ എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിച്ചാനെ ചന്ദ്രേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ ഒന്ന് സമാധാനിക്ക്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഉടനെ തന്നെ മടങ്ങി വരുമെന്നേ. എല്ലാവർക്കും കുടുംബത്തിന് വേണ്ടിയല്ലേ ഞാൻ പോയത്. ശരി, നീ പ്രാർത്ഥിച്ചിട്ടൊക്കെ വാ, അന്നേരം ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ കാലി വന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതളക്ക് വേറൊരു പണിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ ഈ ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ സച്ചിയോടും അതേപോലെ തന്നെ രവിയോടും കൂടി സംസാരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? രേവതി ഒന്ന് കിടപ്പിലായി കഴിഞ്ഞപ്പോഴേക്കും ഒറ്റ ആൾക്കാരില്ല. അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആ ശ്രുതിയൊക്കെ അവിടെ പോയി കിടക്കുകയാണ്. അവർക്ക് ഒരു ദിവസം ലീവ് എടുത്തിട്ട് അവൾക്ക് വേണ്ടി വെച്ച് വിളമ്പി കൊടുത്തൂടെ? അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ എന്ത് പറയാനാണ് അച്ഛമ്മേ, എല്ലാവർക്കും വേണ്ടി രേവതി വെച്ച് വിളമ്പി കൊടുക്കും. പക്ഷേ അവൾക്കൊരാപത്ത് പറ്റിക്കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല അച്ഛമ്മേ. അതാണ് ഇവിടെയുള്ളവർ. കണ്ടില്ലേ, സ്വന്തം ഇവിടുത്തെ അമ്മ പോലും പോയി കളഞ്ഞത് കണ്ടില്ലേ അവൾ ഒറ്റക്കാക്കിയിട്ട്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രവിക്കും ആകെ സങ്കടം തോന്നുകയാണ്. എന്ത് ചെയ്യാനാണ് അമ്മേ, ആരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? പക്ഷേ രേവതി മോൾക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനും സച്ചിയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക ഒക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ധാരാളമൊന്നല്ല, അവൾ വരട്ടെ. ശ്രുതിയും വർഷയും ഇവിടെ എന്താ കെട്ടിലമ്മ ചമഞ്ഞിരിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്, ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വരുന്നു ശ്രുതിയും കൂടി വരികയാണ്. അപ്പോൾ അച്ഛമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ദേ അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയണം, അയ്യോ അച്ഛമ്മേ
ഞാനേ ഇന്നും കൂടിയേ സുധിയോട് പറഞ്ഞതേ ഉള്ളു, അച്ഛമ്മ എന്താ വരാത്തത്, അച്ഛമ്മയെ കണ്ടിട്ട് കുറേ നാളായില്ലേ, അച്ഛമ്മ വന്നിരുന്നെങ്കിലോ എന്നൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളു. അതിനു മുമ്പ് തന്നെ ദേ അച്ഛമ്മ വന്നല്ലോ, ഭയങ്കര ഒരു സന്തോഷമായിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ ശരിയാ ആ കാര്യം ഇപ്പം പറഞ്ഞതേ ഉള്ളു. അപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് മനസ്സിലായി ഇതൊക്കെ വെറും അടവാണ് ഇവരുടെ എന്ന്. അപ്പോൾ അടുത്തേക്ക് അച്ഛമ്മ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഇത്ര നേരത്തെ എവിടെയായിരുന്നു? അത് പിന്നെ ഷോറൂമിലും ബ്യൂട്ടി പാർലറും. അങ്ങനെ ഞങ്ങളുടെ ജോലിയല്ലേ, ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ അച്ഛമ്മേ? ജോലി ഇവിടെ രേവതിക്ക് സുഖമില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? രേവതി നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അവൾക്ക് വേണ്ടി 2 ദിവസം നിനക്ക് ലീവ് എടുക്കാൻ പാടില്ലായിരുന്നോ ചോദിച്ചപ്പോഴേക്കും അയ്യോ അച്ഛമ്മേ, അത് പിന്നെ ലീവൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ അവൾക്ക് ഒരു സാധനം പോലും ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്ന? അയ്യോ അച്ഛമ്മ, അത് ഞങ്ങൾക്ക് അറിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് വന്നത്. ദേ രേവതി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണം. നിർത്തണം, രേവതി നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ടെന്നോ? അയ്യടാ, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നുന്നു. അച്ഛമ്മേ ഇനി ഉണ്ടാക്കാനാണോ? നാളെ മുതൽ അച്ഛമ്മ ഉണ്ടാക്കോ? എങ്കിലാണെങ്കിൽ ഞാൻ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ വിളിച്ച് പറയാം, ഞങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ. എന്താണ് ഓർഡർ ചെയ്യാനവിടെ നിന്റെ സത്രമാണോ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛമ്മ പൊളിച്ചടുക്കണം 2 ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്തരത്തിലുള്ള വേഷം കിട്ടുന്നു ഇവിടെ വേണ്ട. ഇനിയേ എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. വർഷയും കൂടി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതാ വരുന്നു വർഷയും ശ്രീകാന്തും കൂടി. അപ്പം ഇവരെ അച്ഛമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേ വർഷം നോക്കിയേ ഇതാരാന്ന്, അച്ഛമ്മ വന്നിരിക്കുന്നു. അച്ഛമ്മേ ഇത് എപ്പോൾ വന്ന അച്ഛമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ലുകയാണ്. പോടാ നിന്റെ അച്ഛമ്മയോ? എന്താ അച്ഛമ്മ ഇത്, പിണങ്ങിയോ? ഇങ്ങനെ പിണങ്ങല്ലേ അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ കൊഞ്ചുകയാണ് അച്ഛമ്മയോട്. ദേ കൂടുതൽ കൊഞ്ചലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നീയൊക്കെ മനസാക്ഷിയുള്ളതാണോ? നിനക്കൊന്നൊരു മനസാക്ഷിയില്ലേ? ഇവിടെ രേവതി സുഖമില്ലാതെ കിടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? അവൾ എന്തെങ്കിലും കഴിച്ചോ, അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണോ എന്നു പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതുപോലും ചിന്തിക്കാതെ എല്ലാം ഇവിടെ നിന്ന് പോയേക്കുന്നു. അയ്യോ അച്ഛമ്മ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രേവതി ചേച്ചിക്കുള്ള ഫുഡായിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉള്ള ഫുഡുണ്ട്. പിന്നെ അച്ഛമ്മ വരുന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അച്ഛമ്മക്ക് ഫുഡ് മേടിച്ചില്ല എന്ന് വർഷ പറയാം. അപ്പോൾ വർഷയുടെ സംസാരം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അപ്പോൾ അച്ഛമ്മ ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു മനസ്സ് തോന്നിയല്ലോ, അത് തന്നെ വളരെ ഉപകാരം. പക്ഷേ ഈ ഹോട്ടൽ ഫുഡ് ഞാൻ ഏതായാലും കഴിക്കാനായിട്ട് പോകുന്നില്ല. അത് രേവതിക്കും കൊടുക്കണ്ട. എന്തിനാ ഈ ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ച് വയറ് ചുമ കേടാക്കുന്നത്? അതുകൊണ്ട് ഈ ഭക്ഷണം നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും, എന്നിട്ട് നാളെ അത് ചൂടാക്കി നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി. എന്താ അതുപോലെ? അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്കും ശ്രീകാന്തിനും വല്ലാത്തൊരു സങ്കടം തോന്നുക. കാരണം അവർ കഷ്ടപ്പെട്ട് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ ഒരു പ്രവൃത്തി പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ആകെ ചിരിച്ച് വല്ലാത്തൊരവസ്ഥയിലാകുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ അച്ഛമ്മ പറയുകയാണ്, ഇവിടെ ഞാൻ രേവതി മോൾക്ക് വേണ്ടിയുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കിക്കോളാം, അവൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കൊടുത്താൽ മതി. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നതാണെന്നേ നല്ലത്, അല്ലാതെ പുറത്തുനിന്ന് മേടിച്ച ഈ സാധനങ്ങളൊന്നും മേടിച്ച് കൊടുക്കുന്നത് ശരിയല്ല. നിങ്ങൾ ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി വർഷയും നീയും ശ്രുതിയും ചേർന്ന് ഈ അടുക്കളയിൽ കുറച്ച് ദിവസം ജോലി ചെയ്യണം. നിങ്ങൾക്കുള്ള ഫുഡുകളും രേവതിക്കുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കണം. ഇത്രയും നാള് രേവതി നിങ്ങൾക്ക് വേണ്ടി വെച്ച് വിളമ്പി തന്നല്ലോ, അതിനുള്ള കുറച്ച് മനസാക്ഷികൾ നന്ദിയെങ്കിലും നിങ്ങളും കാണിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ സച്ചിയെയും അതേപോലെ തന്നെ രവിയെയും വിളിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവരിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതി നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വല്ല ആവശ്യമുണ്ടായിരുന്നോ? എല്ലാവർക്കും വേണ്ടി ഫുഡ് മേടിച്ചിരിക്കുന്നു, എന്നിട്ട് എന്തായി? അച്ഛമ്മയുടെ വാലിക്കുന്നത് കേട്ടില്ലേ? ഇപ്പോൾ ആ ഫുഡ് വെറും വേസ്റ്റായി പോയില്ലേ? ഇതാ പറയുന്നത്, നോക്കിയും കണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യണം. അവനവൻ്റെ കാര്യം നോക്കി നിൽക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറഞ്ഞത് വളരെയേറെ കറക്റ്റായ കാര്യമാണ്. അതൊന്നും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ശ്രുതി വർഷയുടെ കയ്യിലിരിക്കുന്ന ഈ പൊതി കണ്ടിട്ട്, അതെ ഈ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ ചൂടോടെ ഫുഡ് കഴിച്ചാലേ അതിനുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് തന്നേക്കാ ഫുഡ്, ഇപ്പം ചൂടുണ്ടല്ലോ, ഞാൻ കഴിച്ചോളാം. അയ്യടാ അങ്ങനെ ഇപ്പം ചൂടാക്കണമെന്നില്ല, ഞാൻ തണുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആണോ? എങ്കിൽ പിന്നെ തണുപ്പിച്ചോ, എനിക്ക് തണുത്ത ഫുഡ് തീരെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി
അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും വർഷയ്ക്ക് ആകെ സങ്കടം തോന്നി. ശ്രീകാന്തെ, നമ്മൾ എത്ര ആഗ്രഹിച്ചാണ് ഈ ഫുഡെല്ലാം മേടിച്ചുകൊണ്ട് വന്നത്, എന്നിട്ട് ഇത് വേസ്റ്റ് ആയി പോയല്ലോ. അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഇത് രേവതി ചേച്ചിക്ക് കൊടുക്കണ്ടായെന്ന്. അതൊന്നും കുഴപ്പമില്ല വർഷേ, നീ ടെൻഷൻ ആവാതിരിക്കുക. ഇതൊക്കെ പഴയ മനുഷ്യരല്ലേ, അതുകൊണ്ട് ആ ഒരു കാര്യം പറയുള്ളൂ. അതൊന്നും നീ കാര്യമൊക്കെ നിൽക്കണ്ട, നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെക്കാന്നേ, അതിൽ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ആശ്വാസപ്പെടുത്തുക. സമയം തന്നെ നമ്മുടെ രേവതിക്ക് വേണ്ടി ബാക്കിയുള്ളവർക്ക് വേണ്ടിയൊക്കെ അച്ചമ്മയും രവിയൊക്കെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി വന്നിട്ട് ഒരു തക്കാളി എടുത്തിട്ട്, അച്ചമ്മ ഇത് കഴിച്ചു അച്ചമ്മ, എനിക്കൊന്നും വേണ്ട, നീ പടാ. എന്തിനാ അച്ചമ്മ, ഞാൻ അച്ചമ്മയ്ക്ക് തന്നതല്ലേ, അച്ചമ്മ ഇത് കഴിക്കച്ചമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയുടെ വായ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. അച്ചമ്മേ, നമുക്കേ ഇതൊരു സദ്യ ആക്കിയാലോ ചോദിച്ചപ്പോഴേക്കും, പോടവിടുന്ന്, രാത്രിയാണോ നിൻ്റെ ഒരു സദ്യ എന്ന് രവി ചോദിക്കുകയാണ്. എന്താ രാത്രി സദ്യ ഉണ്ടാക്കിയല്ലേ? അച്ഛമ്മ ഓർക്കുന്നുണ്ട് അച്ഛമ്മേ, ഞാനന്ന് വാശി പിടിച്ചിട്ടൊരു രാത്രി എനിക്ക് സദ്യ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ എനിക്ക് സദ്യ ഉണ്ടാക്കി തന്നത്? എനിക്ക് ഓർമ്മയൊന്നുമില്ല സച്ചി, എങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛമ്മ അന്ന് എന്തോരം കൂട്ടങ്ങൾ കറിയും ഉണ്ടാക്കി എനിക്ക് സദ്യ പോലെ വിളമ്പി തന്നില്ലേ അച്ഛമ്മേ? അതൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ട് സദ്യ ഉണ്ടാക്കിയെന്ന് വിചാരിച്ച ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. നമുക്കൊരു പാട്ടും കൂടി പാടിയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നാം മല കയറി പോകണ്ടേ ആ പാട്ട് ഇങ്ങനെ പാടുകയാണ്. ഇത് കേട്ടിച്ചപ്പോഴേക്ക് രവിയാണെങ്കിൽ, നിർത്തടാ അവൻ്റെ ഒരു പാട്ട്. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഞാനും അമ്മയും കൂടിയാണ് ഈ അടുക്കള ജോലി ചെയ്യാനായിട്ട് വന്നത്. ആ കൂട്ടത്തിൽ നീ എന്തിനാ? അച്ഛാ, എന്താ അച്ഛാ ഇത്? ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നല്ലേ, എന്നിട്ട് എന്നെ ഇവിടെ നിന്ന് ഓടിക്കണം? അങ്ങനെയാണെങ്കിൽ നിന്റെ പാട്ട് നിർത്തിക്കോളാം. ഓഹോ, എൻ്റെ പാട്ട് അത്രയ്ക്കും മോശമാണ്. നീ രേവതിയുടെ അടുത്തേക്ക് പോയിക്കണ്ടേ, എന്നെന്തിനിപ്പോൾ അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്? എൻ്റെ പാട്ട് കേട്ട് നിങ്ങൾക്ക് തലവേദനയാണല്ലേ, അതുകൊണ്ടാണല്ലേ? എൻ്റെ പൊന്നും മോനെ, നിന്റെ പാട്ട് എത്ര വർഷങ്ങളോട് ഞാൻ കേട്ടോണ്ടിരിക്കുക, അതുകൊണ്ട് ആ തലവേദനയെന്ന് എനിക്കില്ല. നീയേ രേവതിയുടെ അടുത്തേക്ക് ചെല്ല്, അവൾ ഒറ്റയ്ക്കിരിക്കുകയല്ലേ, അതുകൊണ്ട് അവളെ ബോറടിപ്പിക്കണ്ട, നീ അവളോട് 2-3 വർത്തനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ പറഞ്ഞയക്കുകയാണ് അച്ഛമ്മയും അതേപോലെ തന്നെ രവിയും കൂടി ചേർന്നിട്ട്. അങ്ങനെ രേവതി എവിടെ ഇരിക്കുക? രേവതിക്ക് നമ്മുടെ കൈയും കാലൊക്കെ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു പാട്ട് അങ്ങോട്ട് പാടുകയാണ്. ഒരു മോഹൻലാലിൻ്റെ ഒരു സോങ് വളരെ കുളമായിട്ടാണ് അവിടെ സച്ചി പാട്ട് പാടുന്നത്. കേട്ട രേവതി ആണെങ്കിൽ, സച്ചിയേട്ടാ എന്ത് പാട്ടായി പാടുന്നത്? എന്താ രേവതി, നീ ഈ പാട്ട് കേട്ടിട്ടില്ലേ? എന്നാലും സച്ചിയേട്ടാ നല്ല അടിപൊളി പാട്ടാ, ആ പാട്ട് ഇത്രയും കുളമൊക്കെ ഉണ്ടായിരുന്നു, സച്ചിയേട്ടാ ഒന്ന് നിർത്താവോ? എന്താ രേവതി, ഞാൻ ഇത്ര നന്നായിട്ടാണ് പാട്ട് പാടുന്നത്. അതല്ല സച്ചിയേട്ടാ, എനിക്ക് തലവേദനിക്കുന്നു. പാട്ടറിയാവുന്ന ആരെങ്കിലുമേ ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയേട്ടനെതിരെ കേസ് കൊടുക്കും. അങ്ങനെ സച്ചിയേട്ടൻ അകത്ത് പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഞാൻ എന്ത് ചെയ്താലും എല്ലാവർക്കും കുറ്റം മാത്രമാണ്. ഒരു പാട്ട് പാടാൻ പാടില്ല, അടുക്കള ചെന്ന് സഹായിക്കാൻ പാടില്ല. ഞാനൊരു പാഴ് ജന്മമായി പോയല്ലോ. അപ്പം സച്ചേട്ടൻ അറിയാം സച്ചേട്ടനൊരു പാഴ് ജന്മമാണെന്ന്. എന്നാലും രേവതി, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. നന്ദി വേണം, നന്ദി. അച്ചമ്മയ്ക്ക് ഇപ്പല്ലേ വന്നത്, നേരത്തെ ഞാനല്ലേ നിനക്കെല്ലാം ഉണ്ടാക്കി തന്നത്? അതെ സച്ചേട്ടാ, സച്ചേട്ടൻ തന്നെയാണ് എനിക്കെല്ലാം ഉണ്ടാക്കി തന്നത്. എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും സച്ചേട്ടൻ തന്നെയാണ്. ജീവിതകാലം മുഴുവനും എൻ്റെ കാര്യങ്ങൾ നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം സച്ചിയേട്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ഒരു സുഖിപ്പിക്കൽ തോന്നി. അങ്ങനെ സച്ചി അവിടെ ചെന്നിരുന്നിട്ട്, ആണല്ലേ രേവതി, അപ്പോൾ നിനക്കെപ്പോഴും കൂട്ടും ഞാൻ തന്നെയാണ്, പിന്നെ അല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കിന്നരിക്കുക. ആ സമയത്താണ് അച്ഛമ്മ ചോറായിട്ട് വരുന്നത്. അപ്പോൾ രവിയും വരുന്നുണ്ട്. അപ്പോൾ എടാ രവി, ഇത് നോക്കിയടാ രവി, ഇനി ഇവരുടെ പ്രണയരംഗങ്ങൾ തകർത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കോ? അതൊന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരും ചമ്മി നാറിപ്പോയൊരവസ്ഥയിൽ നിൽക്കുക. അങ്ങനെ അച്ചമ്മ ചോറായിട്ട് വന്നിട്ട് മോളെ ഈ ചോറുണ്ണ് എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ രേവതിയുടെ ഒടുക്കത്തെ ഒരു അടവ്. അയ്യോ, എനിക്ക് ഭയങ്കര കൈവേന, എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ സച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അയ്യോ രേവതി, കൈ അനക്കാൻ പറ്റുന്നില്ല. അതേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, പക്ഷേ ഈ കൈ കൊണ്ട് ആഹാരം കഴിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ സച്ചിയേട്ടാ. അപ്പോൾ രവിക്ക് ഇവിടെ, അയ്യോ മോളെ, എന്നാൽ ഹോസ്പിറ്റലിൽ നമുക്ക് ഇപ്പം തന്നെ. അയ്യോ വേണ്ടച്ചാ, ഹോസ്പിറ്റലൊന്നും പോകണ്ട, പക്ഷേ കൈ ഭയങ്കര വേദന. അതിന് രേവതി, നിന്റെ കാലല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ, കൈ ഒടിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ കൈവേദന. എന്നാലും സച്ചിയുടെ കൈകുത്തിയല്ലേ വീണത്, അപ്പോൾ പിന്നെ കൈക്ക് വേദന ഉണ്ടാവില്ലേ? അച്ഛമ്മേ, എനിക്കിതൊന്ന് വാരിത്തരാവോ, എനിക്ക് ഭയങ്കര കൈവേദന. അതിനെന്താ മോളെ, ഞാൻ വാരിത്തരാലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ വാരി കൊടുക്കുകയാണ്. വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും, വാരിക്ക് കൊടുക്ക്, ഇപ്പം എന്താ നിന്റെ കൈവേദന മറിയില്ല, എനിക്ക് നല്ല കൈവേദനയുണ്ട്
അപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ എടാ സച്ചി ഡോക്ടറെ വിളിക്കടാ, അവൾക്ക് ഭയങ്കര കൈവേദന എന്ന് പറഞ്ഞത് കേട്ടില്ലേ? എൻ്റെ അച്ഛ, ഇതെല്ലാം രേവതിയുടെ അടവല്ലേ? അവള് അച്ചമ്മയെ കൊണ്ട് വാരി തീറ്റിക്കണം, അതിനു വേണ്ടി തന്നെയാണ്. അപ്പം അച്ചമ്മയാണെങ്കിൽ ഇത് രേവതിയുടെ അടവാണെന്ന് എനിക്കും മനസ്സിലാക്കി തന്നെയാണ് അവൾക്ക് ഞാൻ വാരി കൊടുത്തത് എന്ന് അച്ചമ്മയും പറയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.